السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും കളിയാടുന്ന ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി കഴിയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ ശരീഫിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാമൊക്കെ ഉള്ളത്. വളരെയേറെ പുണ്യമേറിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച. കിതാബുകളിൽ കാണാം, ഈ ദിവസത്തിനാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആദം നബിയെ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഇവിടെ വന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് തൗബ ചെയ്ത് തൗബ സ്വീകരിച്ചതും ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസത്തിലായിരുന്നു. മാത്രമല്ല, ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസത്തിലാണത്രേ ഈ ലോകം അവസാനിക്കുന്നത് എന്നൊക്കെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്രമാത്രം മഹത്വമേറിയ ഒരു പുണ്യ ദിവസത്തിലാണ് നാം ഒക്കെ ഉള്ളത്. അതും പരിശുദ്ധമായ റമദാൻ ശരീഫിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. അപ്പോ അതിന്റെ മഹത്വം വളരെ ഏറെയാണ്. അല്ലാഹു തആല അതിന്റെ മഹത്വമൊക്കെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന വിഷയം പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു സൂറത്തിനെ സംബന്ധിച്ച വളരെ മഹത്വമേറിയ ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞ ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആ സൂറത്ത് ഒരാൾ ഒരു തവണ ഓതിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്ത് അവൻ ഓതിയ പ്രതിഫലം അല്ലാഹു തആല അവനക്ക് കൊടുക്കുമെന്നാണ്. അത്രത്തോളം മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ്. ആ സൂറത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അല്ലാഹു കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അലാ യസ്തതിഉ അഹദുകും അൻ യഖ്റഅ അൽഫ ആയത്തിൻ കുല്ല യൗമിൻ. സഹാബത്തെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും 1000 ആയത്ത് ഓതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, കഴിയുമോ? എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് 1000 ആയത്ത് ഓതാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ സഹാബത്ത് അവിടുന്ന് പറയുന്നുണ്ട്, നബിയെ, അത് എങ്ങനെയാണ് 1000 ആയത്ത് ഓതുക? അതിന്റെ രൂപമൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ, പഠിപ്പിച്ചു തരുമോ? 1000 ആയത്ത് ഒരു ദിവസം ഓതണമെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. ആ 1000 ആയത്ത് ഓതേണ്ട രൂപം എങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ സഹാബത്ത് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമാ യസ്തതിഉ അഹദുകും അൻ യഖ്റഅ അൽഹാകുമുത് തകാസുർ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അറിയണം, നിങ്ങൾ ഓതേണ്ടത് അൽഹാകുമുത് തകാസുർ എന്ന സൂറത്താണ്. ആ ചെറിയ സൂറത്ത് നിങ്ങൾ ഓതിയാൽ മതി. ആ ചെറിയ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം നിങ്ങൾ എങ്ങാനും ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് 1000 ആയത്ത് ഓതിയതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. ഈ സൂറത്താണ് പ്രിയപ്പെട്ടവരെ നാമൊക്കെ ഓതേണ്ടത്. മാത്രമല്ല
അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്നി ഖാരിഉൻ അലൈക്കുമുസ് സൂറത അൽഹാകുമുത് തകാസുർ. നിശ്ചയമായി ഞാൻ നിങ്ങളുടെ മേൽ അൽഹാകുമുത് തകാസുർ സൂറത്ത് ഓതിത്തരാൻ സഹാബത്തെ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അൽഹാകുമുത് തകാസുർ സൂറത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ, ആ സൂറത്ത് കേട്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫലഹുൽ ജന്ന, അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹാകുമുത് തകാസുർ സൂറത്ത് ഓതുന്നത് കേട്ടാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മനസ്സറിഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുമെന്നാണ്. അത്രത്തോളം മഹത്വമുള്ള സൂറത്താണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സൂറത്ത് കേട്ടിട്ട് കരച്ചിൽ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരഞ്ഞുകൊള്ളട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്രത്തോളം മഹത്വമേറിയ സൂറത്താണ് സൂറത്തു തകാസുർ. ഈ സൂറത്തു തകാസുർ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്തിന്റെ പ്രത്യേകതകളും മഹത്വങ്ങളും പറഞ്ഞു വിവരിക്കുന്നിടത്ത് കാണാം, ആരെങ്കിലും ഈ സൂറത്ത് ദിവസവും 3 പ്രാവശ്യം ഓതിയിട്ടുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം അവനക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും അവനക്ക് വരികയില്ല എന്നാണ്. മാത്രമല്ല, ആരെങ്കിലും ദിവസവും രാത്രി ഉറങ്ങാൻ നേരം 10 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ, ഈ സൂറത്ത് 10 പ്രാവശ്യം ഓതിയിട്ട് അവന്റെ കയ്യിൽ മന്ത്രിച്ചോതി മുഖം തടവിയാൽ ഓതന്റെ രൂപം പറയുന്നുണ്ട് മഹാന്മാർ, ഓരോ പ്രാവശ്യം ഓതി കഴിയുമ്പോഴും അവന്റെ കയ്യിലേക്ക് ഓതണമെന്നാണ്. അങ്ങനെ 10 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയതിനു ശേഷം അവന്റെ കയ്യിൽ മന്ത്രിച്ചതിന് ശേഷം മുഖം തടവി കിടന്നുറങ്ങി നേരം പുലർന്നു കഴിഞ്ഞാൽ അവനക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മഹത്തുക്കളായ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സൂറത്തിനെ കുറിച്ച് പറയുന്നത്, ഈ സൂറത്തിൽ പറയുന്നത് തന്നെ എന്തെന്നറിയുമോ? അൽഹാകുമുത് തകാസുർ. ഈ സൂറത്തിന്റെ അർത്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് നിങ്ങളുടെ അഹങ്കാരമാണ്, ദുനിയാവിനോടുള്ള നിങ്ങളുടെ മതിമറന്നിട്ടുള്ള ആഗ്രഹമാണ്, ദുനിയാവിനോടുള്ള ആഗ്രഹമാണ് നിങ്ങളെ നശിപ്പിച്ച് കളഞ്ഞത്. ഏതുവരെ? ഹത്താ സുർതുമുൽ മഖാബിർ, മക്ബറകളിൽ പള്ളിക്കാടുകൾ നിങ്ങളെ കൊണ്ടുവയ്ക്കുന്നത് വരെ നിങ്ങളുടെ ആഗ്രഹം, ദുനിയാവിനോടുള്ള പ്രേമം നിങ്ങളെ തീരുകയില്ല. കല്ലാ സൗഫ തഅലമൂൻ. ശേഷനികളെ കുറിച്ചൊക്കെ അറിയാൻ പോകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ദിവസങ്ങൾക്ക് എത്തുന്നത് വരെ, നിങ്ങളിലേക്ക് വന്ന് പെടുന്നത് വരെ നിങ്ങൾ ദുനിയാവിനോടുള്ള ആ പ്രേമം, ദുനിയാവിനോടുള്ള ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല, നിങ്ങളിൽ നിന്ന് പോവുകയില്ല. ഈ ദുനിയാവിനോടുള്ള സ്നേഹമാണ് നിങ്ങളെ നശിപ്പിച്ചത് എന്നാണ് ഈ സൂറത്തിൽ പറയുന്നത്. അങ്ങനെ ആഖിറത്തെ കുറിച്ച്, അതിന്റെ ഭയാനകതകളെ കുറിച്ചാണ് ഈ സൂറത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വളരെ മഹത്വമേറിയ പുണ്യമുള്ള സൂറത്താണ് സൂറത്തു തകാസുർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അതിന്റെ മഹത്വം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓതണം. ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഓതണം. ഒരു പ്രാവശ്യം ഓതിയാൽ അല്ലാഹു തആല നമുക്ക് 1000 ആയത്ത് ഓതിയ പ്രതിഫലം തരുമെന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തെ മുറുകെ പിടിച്ച് എല്ലാവരും കൊണ്ടു നടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒരു പ്രാവശ്യം എൻ്റെ കൂടെ ഓതി നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഇതാണ് സൂറത്ത്. വളരെ ചെറിയ സൂറത്താണ്, നമുക്കൊക്കെ പെട്ടെന്ന് മനപ്പാഠമാക്കാൻ പറ്റിയ സൂറത്താണ്. എല്ലാവരും ഇത് ഓതി മനപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തെ മുറുകെ പിടിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് അവിടെ
എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. അല്ലാഹു തആല ഈ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കുടുംബ ജീവിതത്തെ പ്രയാസപ്പെട്ട് കഴിഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാഹുവയുടെ കുടുംബ ജീവിതത്തിൽ നീ എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ വേർപ്പെടുന്ന എല്ലാ മേഖലകളിലും നീ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ എല്ലാവിധ സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കളയണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ദുആ വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഈ പരിശുദ്ധമായ ഞങ്ങളുടെ ഈ ചാനലിലൂടെ ഒരുപാട് ആളുകൾ അറിവ് കേൾക്കുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ ഈ അറിവിനെ ഈ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. ഇതുകൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയത്തിലാക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും അവസരവും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ ശരീഫ് അനുകൂലമായി നിൽക്കുന്ന ഈ ഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമദാൻ ശരീഫിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ആരാധനകൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.